ഈ മനുഷ്യൻ ആദ്യമായി മാന്ത്രിക വിദ്യ പരിശീലിക്കുകയായിരുന്നു. മറ്റെല്ലാവർക്കും അഗ്നിവലയങ്ങൾ വിളിച്ചുവരുത്താൻ കഴിഞ്ഞു. എന്നാൽ അവൻ എത്ര ശ്രമിച്ചിട്ടും അവന് ഒന്നിനും കഴിഞ്ഞില്ല. ഇത് കണ്ട് ഗുരു അടുത്തു വന്നു. എന്നിട്ടത് തന്റെ മുറിവേറ്റ കൈ കാരണമാണ് എന്ന് പറഞ്ഞു. ശേഷം മാന്ത്രികൻ ഒരു വികലാംഗനായ വിദ്യാർത്ഥിയെ വിളിച്ചു. ആ വിദ്യാർത്ഥി തന്റെ കൈയിലെ സ്ലീവ് ഉയർത്തി. എന്നിട്ട് വലിയ അഗ്നിവലയം കണ്ടപ്പോൾ കാര്യം മനസ്സിലാക്കി. പ്രശ്നം അവന്റെ കൈയിലായിരുന്നില്ല. അവന്റെ കഴിവുണർത്താനായി ഗുരു ഒരു പോർട്ടൽ തുറന്ന് അവനെ മഞ്ഞുമൂടിയ ഒരു കൊടുമുടിയിലേക്ക് കൊണ്ടുവന്നു. ആ മനുഷ്യൻ തണുപ്പുകൊണ്ട് വിറച്ചു. എന്നാൽ മാന്ത്രികൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അവനെ അവിടെ തനിച്ചാക്കി. ഭൂതകാലത്തിൽ ഈ മനുഷ്യൻ ഒരു മികച്ച ഡോക്ടറായിരുന്നു. മറ്റു ഡോക്ടർമാർ ഗൗരവത്തോടെയും ആകാംക്ഷയോടെയും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അദ്ദേഹം ശാന്തമായ സംഗീതം കേട്ട് താളത്തിനൊത്ത് വിസിലടിച്ചായിരുന്നു ചെയ്തിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ പ്രശസ്തിയും സമ്പത്തുമുള്ള ഒരു കോടീശ്വരനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഡ്രോയർ നിറയെ ആഡംബര വാച്ചുകളായിരുന്നു. ഷോപ്പിംഗിനായി ലക്ഷക്കണക്കിന് വിലയുള്ള സ്പോർട്സ് കാറുകളാണ് അദ്ദേഹം ഓടിച്ചിരുന്നത്. എന്നാൽ ഒരു അപകടമെല്ലാം മാറ്റിമറിച്ചു. അപകടത്തിൽ എയർബാഗ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൈകൾ ഒടിഞ്ഞുപോയി. കൈകൾ സൂചികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ തന്റെ ഡോക്ടർ ദിനങ്ങൾ കഴിഞ്ഞുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ അദ്ദേഹം കൈവിട്ടില്ല. ഒരിറ്റു പ്രതീക്ഷയോടെ അദ്ദേഹം അതിയായി ആരാധിച്ചിരുന്ന മാന്ത്രികനെ അന്വേഷിച്ചു. തന്റെ കൈകൾ സുഖപ്പെടുത്താൻ വേണ്ടി എന്തു ചെയ്യാനും അദ്ദേഹം തയ്യാറായിരുന്നു.